മോഹൻലാൽ ജിത്തു ജോസഫ് ചിത്രം റാമിന്റെ പുത്തൻ അപ്ഡേറ്റ് എത്തി. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റിൽ പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. UK, മൊറോക്കോ, ടുണീഷ്യ, കൊച്ചി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലായാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത്. റിലീസ് സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിലെ സ്റ്റണ്ട് രംഗങ്ങൾ ഒരുക്കുന്നത് ഹോളിവുഡിലെ പ്രശസ്ത സ്റ്റണ്ട് കോർഡിനേറ്റർ പീറ്റർ പെട്രോയാണ്. മിഷൻ ഇംപോസിബിൾ എന്ന ചിത്രത്തിന്റെ മുഴുവൻ സ്റ്റണ്ട് കോർഡിനേറ്റിംഗ് ടീമും ഈ ചിത്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിത്രത്തിൽ മോഹൻലാൽ റോ ഏജന്റായാണ് എത്തുന്നത്. ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രവും മോഹൻലാലാണ്. 2019 ഈ ചിത്രം പ്രഖ്യാപിച്ചത്. ചിത്രീകരണം തുടങ്ങിയ സിനിമ കുറെ നാളുകൾ കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. അവന് അതിർത്തികളില്ല എന്ന ടാഗ്ലൈനോടുകൂടിയാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് എത്തിയത്. ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിരിക്കും. നിരവധി ഭാഷകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം വിവിധ ഭാഷകളിൽ ഒരുപാട് മാറ്റങ്ങളോടെയാവും എത്തുക. റാം 1, റാം 2 എന്നിങ്ങനെ 2 ഭാഗങ്ങളായാണ് ഈ ചിത്രം റിലീസ് ചെയ്യുക. തെന്നിന്ത്യൻ താരസുന്ദരി തൃഷയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. കൂടാതെ ഇന്ദ്രജിത്ത് സുകുമാരൻ, ആദിൽ ഹുസൈൻ, ദുർഗ കൃഷ്ണ, സായ് കുമാർ എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. മോഹൻലാൽ ജിത്തു ജോസഫ് എന്നത് ഒരു മാജിക് കൂട്ടുകെട്ടാണ്. ഇവർ ഇതുവരെ പുറത്തിറക്കിയ ചിത്രങ്ങളൊന്നും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടില്ല. മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഇതുവരെ 4 ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ദൃശ്യം, ദൃശ്യം 2, 12th മാൻ, നേരെ എന്നീ ചിത്രങ്ങളാണിവ. ഇതിൽ 3 വൻ വിജയമായിരുന്നു. ഈ ചിത്രത്തിലേക്ക് തൃഷയെ നിർദ്ദേശിച്ചത് മോഹൻലാൽ തന്നെയാണ്. അതിന് കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ചിത്രത്തിൽ നായികയുടേത് വളരെ വ്യത്യസ്തമായൊരു വേഷമാണ്. കഥാപാത്രം ഒരു ഡോക്ടറാണ്. അധികം കണ്ടുപരിചയമില്ലാത്ത ഒരു താരം വേണമെന്നായിരുന്നു ആഗ്രഹമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രേക്ഷകരെ ആവേശത്തിലാക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് കൂടി മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ ഏറ്റെടുത്ത ദൃശ്യം 2-ന് 3ാം ഭാഗം വരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം മറ്റനവധി ചിത്രങ്ങളും ഈ കൊല്ലം മോഹൻലാലിൻ്റെതായി പുറത്തു വരാനുണ്ട്.